മൂന്നാർ ഗുഡാർവിള ഹൈസ്കൂളിന് സമീപം കാട്ടാനക്കൂട്ടം തമ്പടിച്ചു എന്ന വാർത്ത. RRT ആനകളെ നിരീക്ഷിക്കുന്നുണ്ട്. കാട്ടാനക്കൂട്ടത്തോടൊപ്പം പടയപ്പയും മേഖലയിലുണ്ട്. പടയപ്പ ഇല്ലാത്ത മൂന്നാറില്ലല്ലോ. രാഹുൽ വിജയൻ ചേരുന്ന വിവരങ്ങളുമായി. രാഹുൽ, ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷ നടക്കുന്ന സമയത്തും ഈ കാട്ടാനക്കൂട്ടം സ്കൂളിലെത്തി എന്ന് പറയുന്നല്ലോ, വിവരങ്ങൾ? അങ്ങനെയാണ്. ഇന്നലെ SSLC എക്സാം ഉണ്ടായിരുന്നു. ഈ പരീക്ഷ നടക്കുന്ന സമയത്തും ഈ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പും ഈ കാട്ടാനക്കുട്ട ഗൂഡാർവിള ഹൈസ്കൂളിന് സമീപത്തുണ്ടായിരുന്നു. പിന്നീട് RRTയുടെയും പോലീസിന്റെയും എസ്കോർട്ടോട് കൂടിയാണ് ഈ ചോദ്യപേപ്പർ സ്കൂളിലേക്ക് എത്തിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കുട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതെ RRT അവിടെ സേവനം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടിയും എടുത്തു പറയേണ്ടതാണ്. എങ്കിൽ കൂടിയും ആ നാട്ടുകാർക്ക്, സ്കൂൾ വിദ്യാർത്ഥികൾക്കൊക്കെ വലിയ ആശങ്കയുണ്ട്. ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്, സ്കൂളിന് സമീപത്ത് തന്നെ തുടരുകയാണ്. ഇന്ന് പരീക്ഷ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ സ്കൂൾ കുട്ടികൾ ആ പ്രദേശത്തില്ല. പക്ഷേ ആനകൾ ഇങ്ങനെ തുടരുന്നത് വലിയ ആശങ്കയുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, ഏകദേശം ഒരു 4 ദിവസത്തോളമായി ഗൂഡാർവിളയിൽ തന്നെയാണ് ഈ കാട്ടാനക്കൂട്ടമുള്ളത്. ഈ കാട്ടാനക്കൂട്ടത്തോടൊപ്പം പടയപ്പയുമുണ്ട്. പടയപ്പ മതപ്പാടിലായിരുന്നു. ഒരു കുറച്ച് അക്രമ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ കാട്ടാനക്കൂട്ടത്തോടൊപ്പം ചേർന്നതോടെയാണ് പടയപ്പ അക്രമ സ്വഭാവം കുറച്ചത്. എന്തായാലും ആ മേഖലയിൽ ഇങ്ങനെ നിൽക്കുന്നത് വലിയ തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. RRTയുടെ നിരീക്ഷണമാണ് അനിവാര്യമായിട്ടുള്ളത്. അത് നടക്കുന്നുമുണ്ട്. നാളെ ഈ കുട്ടികൾ വീണ്ടും പരീക്ഷ എഴുതാൻ എത്തുന്ന സമയത്തെങ്കിലും യാനകളെ അവിടെ നിന്ന് പൂർണ്ണമായിട്ടും തുരത്തേണ്ടത് അനിവാര്യമാണ്. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ.